യെസ്, നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. ഫൈവ്കോ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു നിർത്തുന്ന ടോപ്പിക്ക് വോട്ട് അല്ലെങ്കിൽ വോട്ടിംഗ് പാറ്റേൺ എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗങ്ങൾക്ക് ഒരാൾക്ക് ഒരു വോട്ടേ ഉണ്ടാവുള്ളൂ. അത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മാത്രം പ്രത്യേകതയാണ്. അതായത് മെമ്പർഷിപ്പ് എടുത്ത എല്ലാവർക്കും എത്ര പെർസെൻറ്റേജ് മെമ്പർഷിപ്പ് ഉണ്ടായാലും അവർക്ക് ഒരു വോട്ട് ചെയ്യാനേ പറ്റുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രാഷ്ട്രീയം ഒരിക്കലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സൊസൈറ്റിയുടെ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നവർക്കൊക്കെ നമ്പറാണ് നമ്മൾ കൊടുക്കുക. അതിൽ എല്ലാവർക്കും അവരവരുടെ മെമ്പർഷിപ്പ് അനുസരിച്ച് വോട്ട് ചെയ്യാവുന്നതാണ്. ഇനി കമ്പനിയുടെ കേസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? കമ്പനിയിൽ ഷെയറിനാണ് വോട്ട്, വ്യക്തികൾക്കല്ല. ഒരു ഷെയറിന് ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷെയർ എടുക്കുന്നവർക്ക് അത്രയും വോട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 1000 ഷെയർ എടുക്കുകയാണെങ്കിൽ എനിക്ക് 1000 വോട്ടുണ്ടാവും. അതായത് മെജോറിറ്റി ഷെയർസ് എടുക്കുന്നവരാണ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ വരിക. അതാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന ചെയർമാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ MD എന്ന് പറയുന്നത് മുകേഷ് അംബാനിയാണ്. അതിന് കാരണം റിലയൻസിൻ്റെ മെജോറിറ്റി ഷെയർ മുകേഷ് അംബാനി, അദ്ദേഹത്തിൻ്റെ അമ്മ, ഭാര്യ, അനിയൻ്റെ ഭാര്യ, മക്കൾ ഇവരുടെ പേരിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് കൊണ്ട് അദ്ദേഹത്തിനായതുകൊണ്ട്, അതായത് ഷെയർ കൂടുതലുള്ള ആൾക്ക് കൂടുതൽ വോട്ട് ഉള്ളത് കൊണ്ട് അദ്ദേഹമാണ് MDയും ചെയർമാനും ഒക്കെ ആകുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരാൾക്ക് ഒരു വോട്ട്, നേരെ മറിച്ച് കമ്പനിയിൽ ഒരു ഷെയറിന് ഒരു വോട്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് മെമ്പർഷിപ്പ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സാധാരണ പ്രവർത്തിക്കുക ഒരു പഞ്ചായത്തിൻ്റെ അതിർത്തിക്കുള്ളിലാണ്. അതായത് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഒരു ബോർഡർ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടാവും. സാധാരണ നമ്മുടെ ഒക്കെ രീതിയിൽ പഞ്ചായത്തുകളിൽ ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുക, ബാങ്ക് എന്ന രീതിയിൽ. അങ്ങനെ സൊസൈറ്റി ആരംഭിക്കണമെങ്കിൽ 25 ഡിഫറെൻറ്റ് ഫാമിലീസിലുള്ള 25 മെമ്പർമാർക്ക് അതിൽ ഷെയർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കാനായിട്ടുള്ള സംവിധാനത്തിൽ പങ്കാളികളാകാം. അതായത് 25 ഡിഫറെൻറ്റ് ഫാമിലീസിലുള്ള അംഗങ്ങൾ കൂടി ചേർന്നാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ഫാമിലിയിൽ ഒന്നിലധികം പേര് പാടില്ല. 25 ഫാമിലിയിൽ നിന്ന് ഓരോ വ്യക്തികൾ വെച്ച് മിനിമം 25 പേര് വെച്ചുകൊണ്ട് നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാം എന്നുള്ളതാണ്. എന്നാൽ കമ്പനിയുടെ കേസിൽ ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്. പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 പേര് മിനിമം വേണം. മിനിമം 7 പേര്, മാക്സിമം അൺലിമിറ്റഡ് ആണ്, എത്ര അംഗങ്ങൾ വേണമെങ്കിലും ആകാം. അപ്പോൾ 7 പേരെ വെച്ചുകൊണ്ട് നമുക്കൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആരംഭിക്കാം. അതിൽ 50, 100, 1000, 10000 ഒക്കെ മെമ്പർമാർക്ക് എടുക്കാം. മെമ്പർമാരുടെ എണ്ണത്തിന് പരിധിയില്ലാത്തൊരു കൺസെപ്റ്റാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നുള്ളത്. നേരെ മറിച്ച് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നമുക്കറിയാം മിനിമം 2 പേരുണ്ടാക്കിയ പ്രൈവറ്റ് കമ്പനി ബിസിനസ് ആരംഭിക്കാം. ആ മിനിമം 2 പേരിൽ വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്, മാക്സിമം 200 പേരേ പാടുള്ളൂ. അപ്പോൾ മിനിമം 2 പേര് പ്രൈവറ്റ് കമ്പനി ആരംഭിക്കാൻ മാക്സിമം 200 പേരേ പാടുള്ളൂ. പിന്നെ വേറൊരു പ്രത്യേകതയും ഇവർ തമ്മിലുണ്ട്. സാധാരണ രീതിയിൽ ഈ പ്രൈവറ്റ് കമ്പനിയുടെ പേരിൻ്റെ പിന്നിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതണം എന്ന കൺസെപ്റ്റ് ഉണ്ട്. പബ്ലിക് കമ്പനി ആണെങ്കിൽ ലിമിറ്റഡ് എന്ന് എഴുതിയാൽ മതി. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ PVT ലിമിറ്റഡ് എന്ന് എഴുതണം, പ്രൈവറ്റ് ലിമിറ്റഡ്. നേരെ മറിച്ച് പബ്ലിക് കമ്പനി ആണെങ്കിൽ ലിമിറ്റഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ KSC ലിമിറ്റഡ്, അതായത് കേരള സോൾവെൻറ്റ് സ്ട്രഷർ ലിമിറ്റഡ്, KSC ലിമിറ്റഡ് അങ്ങനെ എഴുതാം. നേരെ മറിച്ച് നമ്മൾ കുറിക്കമ്പനികളൊക്കെ വ്യക്തികൾ നടക്കുമ്പോൾ ജയദീപം പ്രൈവറ്റ് ലിമിറ്റഡ്, അവിടെ നിർബന്ധമായിട്ടും പ്രൈവറ്റ് എന്ന് പറയുന്ന വാക്ക് ചേർക്കണം. ഇതാണ് ആ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതലായി പരീക്ഷയ്ക്ക് വരിക വോട്ടിൻ്റെയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു മെമ്പർക്ക് ഒരു വോട്ട്, കമ്പനിയിൽ ഒരു ഷെയറിന് ഒരു വോട്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഡിവിഡൻഡ് വീതിക്കുമ്പോൾ ഇങ്ങനെയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സാധാരണ നമുക്കറിയാം ഡിവിഡൻഡ് കിട്ടുക ആ വ്യക്തിക്കാണ്. നേരെ മറിച്ച് കമ്പനിയിലാണെങ്കിൽ ഷെയറിനാണ് ഡിവിഡൻഡ് കിട്ടുക. അപ്പോൾ ഡിവിഡൻഡ് കിട്ടുമ്പോൾ കൂടുതൽ ഷെയർ എടുത്ത ആൾക്കാർക്ക് കൂടുതൽ ഡിവിഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടാവും. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. ഇതാണ് ഈ ടോപ്പിക്കായിട്ട് നമുക്ക് പറയേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ടത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏരിയയാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, അതായത് കോപ്പറേറ്റീവ് എന്ന കൺസെപ്റ്റിന് ഇത്ര അധികം പ്രാധാന്യം ഉണ്ടാക്കുന്നതിന് അടിസ്ഥാനപരമായിട്ട് വന്നിരിക്കുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനാണ്. നമ്മളതിനെ പറയുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ.
കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ നോക്കേണ്ടത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എഡിസൺ പറഞ്ഞൊരു വാചകമുണ്ട്. എ ഹ്യൂമൻ സോൾ വിത്തൗട്ട് എഡ്യൂക്കേഷൻ ഈസ് ലൈക്ക് മാർബിൾ ഇൻ ദ ക്വാറി വിച്ച് ഷോസ് നൺ ഓഫ് ഇറ്റ്സ് ഇൻഹെറിൻറ്റ് ബ്യൂട്ടീസ് ടിൽ ദ സ്കിൽ ഓഫ് ദി പോളിഷർ ഫെച്ചസ് ഓൺ ദി കളേഴ്സ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു മാർബിൾ ക്വാറിയിൽ ഇരിക്കുമ്പോൾ ആണോ അതിന് ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വാറിലിരിക്കുമ്പോഴാണ് വീട്ടിലിരിക്കുമ്പോഴാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലത് പോളിഷ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ഒരു മാർബിളിന് നല്ല ക്വാളിറ്റി ബ്യൂട്ടി ഉണ്ടാകുക. അതാണ് എഡ്യൂക്കേഷനെ കുറിച്ച് എഡിസൺ പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ് ഒക്കെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ആർ ദി റിസൾട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ഒരു എഡ്യൂക്കേഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ആയിരിക്കും. ഇനി എഡ്യൂക്കേഷൻ കൊണ്ടുള്ള പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണ് നമുക്ക് നോക്കാം. ടു ഇൻക്രീസ് നോളേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോളേജ് വർദ്ധിപ്പിക്കാനും അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിപ്പിക്കാനും എഡ്യൂക്കേഷൻ സഹായിക്കുന്നു. സ്കിൽ ആൻഡ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്, വ്യക്തികളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ, ക്വാളിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നു. മെൻ്റൽ ഫാക്കൽറ്റീസ് ഓഫ് ദി എഡ്യൂക്കേറ്റർ, അയാളുടെ മെൻ്റൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ. പ്രാക്ടിക്കൽ ഷേപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊരു പ്രാക്ടിക്കബിലിറ്റി കിട്ടണം ആ വിദ്യാഭ്യാസം കൊണ്ട്, അതാണ് ലക്ഷ്യം. ആൻഡ് ട്രെയിൻഡ് മാൻ പവർ. ഈ ട്രെയിൻഡ് മാൻ പവറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ട്രെയിൻഡ് മാൻ പവർ ആയിരിക്കും എപ്പോഴും എഫിഷ്യൻറ്റ് മാൻ പവർ എന്ന് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻസി ഉണ്ടാകണമെങ്കിൽ നല്ല ട്രെയിനിങ് ഉണ്ടായിരിക്കണം. ഇതിനെക്കുറിച്ച് ആദ്യ ഭാഗത്ത് എഡിസൺ പറഞ്ഞ ഞാൻ ജസ്റ്റ് നോട്ടായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് ഇത്രയധികം പ്രാധാന്യം വരുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ച് ആദ്യമായിട്ട് വരുന്നത് 1895 സർ ഫെഡറിക് നിക്കോൾസൺ, ഇദ്ദേഹമാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ച് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, ഇന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരണമാണ്. അദ്ദേഹം മദ്രാസ് പ്രൊവിൻസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സഹകരണ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം, അതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം ഈ പറയുന്ന ജനങ്ങൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതിനുവേണ്ടി അദ്ദേഹം 1895 ഒരു റിപ്പോർട്ട് അന്നത്തെ മദ്രാസ് പ്രൊവിൻസ് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തിരുന്നു. പിന്നീട് 1915 ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ 1950 മാക്കോൾസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കമ്മിറ്റി നിയോഗിച്ചിരുന്നു. അദ്ദേഹം ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം 1928 റോയൽ അഗ്രികൾച്ചറൽ കമ്മീഷൻ വന്നു. ഈ റോയൽ അഗ്രികൾച്ചറൽ കമ്മീഷനും സഹകരണ മേഖലയെക്കുറിച്ച്, ആ മേഖലയുടെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുകയുണ്ടായി. അതിനുശേഷം 1935 ആണ് MJ ഡാർലിംഗ് എന്ന് പറയുന്ന വ്യക്തി ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ ഇത്രയും വർഷം കമ്മിറ്റികളുണ്ടായി. അപ്പോൾ 1895 സർ ഫെഡറിക് നിക്കോൾസൺ, ഇദ്ദേഹമാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. മദ്രാസ് പ്രൊവിൻസാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 1915 മാക്കോൾസൺ കമ്മിറ്റി വരുന്നത്. 28 റോയൽ കമ്മീഷൻ വന്നു. 35 MJ ഡാർലിംഗ് വന്നു. ഇതിൽ നമുക്ക് വരികയാണെങ്കിൽ പരീക്ഷയ്ക്ക് ആദ്യത്തെ ആളുടെയാണ് കൂടുതൽ വരിക. ആദ്യമായിട്ട് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, തുടക്കത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് സർ ഫെഡറിക് നിക്കോൾസൺ ആണ്. അപ്പോൾ ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഒരു ടോപ്പിക്ക് ICA ആൻഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നാണ്. ICAയുടെ ഫുൾ ഫോം എന്തായാലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിനെ നമ്മൾ ഷോർട്ടാക്കി പറയുന്ന പേരാണ് ICA. അപ്പോൾ പരീക്ഷയ്ക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്നാണ് അർത്ഥം. ICA നോൺ ഗവൺമെൻറ് കോപ്പറേറ്റീവ് ഫെഡറേഷനാണ്. ഗവൺമെൻറ് അല്ല, നോൺ ഗവൺമെൻറ് കോപ്പറേറ്റീവ് ഫെഡറേഷനാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് 1895 1895. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യമുള്ള വർഷം.
1895 ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അന്ന് ലണ്ടൻ കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത്. കോപ്പറേറ്റീവ് കോൺഗ്രസ് ലണ്ടനിൽ ചേർന്നു, അവരാണ് അന്നൊരു തീരുമാനമെടുത്തത്. 1982 ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടനിൽ നിന്നും ജനീവയിലേക്ക് മാറി. ഇപ്പോഴത്തെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ആസ്ഥാനം ജനീവയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ലോകത്ത് ഒരുവിധം അന്താരാഷ്ട്ര സംഘടനകളുടെ തലസ്ഥാനം ഇപ്പോൾ ജനീവയാണ്. ഒരുപാട് കോൺഫറൻസുകളും സെമിനാറുകളും ഒക്കെ നടക്കുന്നത് ജനീവയിലാണ്. അതേപോലെ 1982 ലണ്ടനിൽ നിന്നും ജനീവയിലേക്ക് മാറി. നിലവിൽ ഇതിൽ 272 കോപ്പറേറ്റീവ് ഫെഡറേഷനുകൾ അംഗങ്ങളാണ് 94 രാജ്യങ്ങളിൽ നിന്നും. 272 കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫ്രം ഡിഫറെൻറ്റ് 94 കൺട്രീസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഉള്ളത്. ഈ ICAയുടെ പ്രത്യേകത, എന്തിനു വേണ്ടിയാണ് ICA രൂപീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോളേജ്, എക്സ്പീരിയൻസ്, സെമിനാറുകൾ, അഗ്രികൾച്ചറൽ, ബാങ്കിങ്, കൺസ്യൂമർ, ഫിഷറീസ്, ഹെൽത്ത്, ഹയറിംഗ്, ഇൻഷുറൻസ് ആൻഡ് ഓൾ, ഈ മേഖലകളിലൊക്കെ സഹകരണ മേഖലയ്ക്ക് പ്രാധാന്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ICA രൂപീകരിച്ചത്. ഏതൊക്കെ മേഖലകളിൽ? ഒന്ന്, സഹകരണ മേഖലയെക്കുറിച്ചുള്ള നോളേജ് ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക. അതേമാതിരി ആ മേഖലകളിൽ ട്രെയിനിങ് കൊടുക്കുക, എക്സ്പീരിയൻസ് കൊടുക്കുക, സെമിനാർ സംഘടിപ്പിക്കുക, പ്രൊപ്പഗണ്ട കൊണ്ടുവരിക. അതിനേക്കാൾ ഉപരി സഹകരണ മേഖലയെ കാർഷിക, ഗ്രാമീണ, അതേപോലെ ഫിഷറീസ്, ഹെൽത്ത്, അങ്ങനെ എല്ലാ മേഖലകളിലായും ബന്ധിപ്പിച്ച് വളർത്തിയെടുക്കുന്നതിനാണ് ICA എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ICAയുടെ ഇപ്പോഴത്തെ ആസ്ഥാനം ജനീവ, രൂപീകരിച്ചത് 1895 എന്നാണ്. ഇനി ഈ ICAയുടെ പ്രത്യേകത അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? ഒന്ന്, ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ഗ്ലോബൽ വോയിസ്. അതായത് രാജ്യാതിർത്തികളിൽ സഹകരണ മേഖലയുടെ പ്രാധാന്യം വളരെ ഇതിൽ വ്യാപിപ്പിക്കുക. അതിനെക്കുറിച്ചുള്ള ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ഗ്ലോബൽ വോയിസ് കൊടുക്കേണ്ടത് ICA ആണ്. 2, പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ് ഓഫ് കോപ്പറേഷൻ. സഹകരണ മേഖല എങ്ങനെ പ്രവർത്തിക്കണം, ഏത് നിയമങ്ങൾ, ഏത് തത്വങ്ങൾ, ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ICA ആണ്. ചേഞ്ചിങ് ഫിനോമിന അറ്റ് ദി ഗ്ലോബൽ ലെവൽ. നമുക്കറിയാം, കാലഘട്ടത്തിനനുസരിച്ച് സഹകരണ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതും നിർദ്ദേശിക്കുന്നതും ICA ആണ്. ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മിറ്റീസ് ആൻഡ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് സെൽഫ് ഹെൽപ്പ്. ICAയുടെ ഒരു ആപ്തവാക്യമാണ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ളത്. ഇത് വ്യക്തികളിലെയും സഹകരണ സംഘങ്ങളിലും വ്യാപിപ്പിക്കുക ICAയുടെ ലക്ഷ്യങ്ങളിൽ പെടും. എക്കണോമിക് റിലേഷൻ നാഷണലി ആൻഡ് ഇൻ്റർനാഷണലി. വേറൊരു പ്രത്യേകത, ICA ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ സഹകരണ മേഖലയോടൊപ്പം തന്നെ സാമ്പത്തിക മേഖലയ്ക്ക് കൂടി പ്രാധാന്യം കൊടുത്തു. എന്ന് പറഞ്ഞാൽ സഹകരണ മേഖലയിൽ സാമ്പത്തിക മേഖല കൂടുതൽ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുക. പൊളിറ്റിക്കൽ ആൻഡ് ഓൾസോ ടെക്നിക്കൽ സപ്പോർട്ട്. നമുക്കറിയേണ്ട കാര്യം എന്താ? രാഷ്ട്രീയമായ സപ്പോർട്ടും വേണം. അതായത് ഓരോ രാജ്യത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സഹകരണ മേഖല വർദ്ധിക്കുള്ളൂ. അതിനേക്കാൾ ഉപരി ടെക്നിക്കൽ സപ്പോർട്ട് വേണം. ടെക്നിക്ക് എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആയ എല്ലാ ടെക്നോളജിയും നമ്മൾ സഹകരണ മേഖലയിൽ ഉപയോഗിക്കണം. അതേപോലെ സ്റ്റേബിൾ കോൺട്രാക്റ്റുകൾ ഉണ്ടാകണം. ഇതിനു വേണ്ടിയുള്ള മീറ്റിങ്ങുകൾ, വർക്ക് ഷോപ്പുകൾ, സെമിനാറുകളൊക്കെ ഉണ്ടാക്കേണ്ടത് ICA ആണ്. ബിൽഡിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. സഹകരണ മേഖലയ്ക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ സപ്പോർട്ടും സംവിധാനങ്ങളും അഡ്വൈസൊക്കെ കൊടുക്കേണ്ടത് ICAയുടെ ലക്ഷ്യങ്ങളിൽ പെടും. അഡ്വൈസർ, ഗൈഡ് ആൻഡ് മീഡിയേറ്റർ. 3 പോസ്റ്റുകളിലാണ് ICA വർക്ക് ചെയ്യുന്നത്. അഡ്വൈസറാണ്, അതിനേക്കാളുപരി ഗൈഡാണ്, അതിനേക്കാളുപരി മീഡിയേറ്ററാണ്. ഇനി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ICAയുടെ ഏറ്റവും വലിയ പവർ ബോഡി എന്ന് പറയുന്നത് ജനറൽ അസംബ്ലിയാണ്. യെസ്, ICAക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ UN ഒക്കെ ഒരു രീതിയിൽ തന്നെയാണ് ICAയുടെ ഒരു സ്ട്രക്ചർ അവർ രൂപീകരിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ വേൾഡ് ഓർഗനൈസേഷൻ എന്ന രീതിയിലായിരിക്കാം. അപ്പോൾ അതിൻ്റെ പവർ, ഏറ്റവും വലിയ പവർ ബോഡി എന്ന് പറയുന്നത് ജനറൽ അസംബ്ലി ആണ്. ഇതിൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അഫിലിയേറ്റഡ് ഓർഗനൈസേഷനുകളും, അതായത് എല്ലാ രാജ്യങ്ങളിലുമുള്ള സഹകരണ അഫിലിയേറ്റഡ് ഓർഗനൈസേഷനുകളൊക്കെ ഈ ജനറൽ അസംബ്ലിയിൽ മെമ്പർമാരായിരിക്കും. പക്ഷെ അവിടെ പറയുന്നൊരു വാചകമുണ്ട്, ഒരു രാജ്യത്തുനിന്ന് 20-ൽ കൂടുതൽ മെമ്പർമാർ ഇതിലുണ്ടാകാൻ പാടില്ല അറ്റ് എ ടൈമിൽ. അതായത് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഒരുപാട് സഹകരണ ഫെഡറേഷനുകളും യൂണിയനുകളും ഉണ്ട്. പക്ഷേ അവർക്കെല്ലാവർക്കും ICAയിൽ മെമ്പറാകാൻ പാടില്ല. ഒറ്റ ടൈമിൽ ഒരു രാജ്യത്തിന് എത്ര പേരേ പാടുള്ളൂ? 20 പേര്. അത് അംഗങ്ങളെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്ന സംവിധാനമാണ്.
ഹയസ്റ്റ് അതോറിറ്റിയാണ്. ICAയുടെ ഏറ്റവും വലിയ ടോപ്പ് പവർ ബോഡി എന്ന് പറയുന്നത് എപ്പോഴും ജനറൽ അസംബ്ലി ആയിരിക്കും. ഒരു പ്രസിഡൻ്റാണ് ഇതിൻ്റെ അതോറിറ്റി ആയിട്ട് ചെയർമാനായിട്ട് വർക്ക് ചെയ്യുക. പ്രസിഡൻറ്റ്, 2 വൈസ് പ്രസിഡൻ്റ് ഉണ്ടാകും, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാകും. അതിനേക്കാളുപരി 2 വർഷത്തിൽ ഒരിക്കൽ ICA മീറ്റിംഗ് കൂടണം. അതായത് 2 വർഷത്തിൽ, അതായത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് once every 2 years, 2 വർഷത്തിൽ 1 വർഷം ഏതെങ്കിലും സമയത്ത് മീറ്റിംഗ് കൂടി ഇതുമായി ബന്ധപ്പെട്ട പോളിസിസുകൾ പ്രോഗ്രാമുകളൊക്കെ ICA എന്ത് ചെയ്യണം. രണ്ടാമത്തെ ബോഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. രണ്ടാമത്തെ ബോഡിയെ നമ്മൾ വിളിക്കുന്ന പേര് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഇതാണ് രണ്ടാമത്തെ ബോഡി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഒന്നാമത്തെ ബോഡി അതായത് സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ അസംബ്ലിയാണ്. രണ്ടാമത്തെ ബോഡി എക്സിക്യൂട്ടീവ് ബോഡി. ഇവരാണ് ഇതിൻ്റെ കൺട്രോൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് അലയൻസ്. ICAയുടെ കൺട്രോൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരിക്കും. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. മൂന്നാമത് വരുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. മൂന്നാമത് വരുന്ന സംവിധാനം സെക്രട്ടേറിയറ്റ് ആണ്. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ രീതിയിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ കൂടി ചേർന്ന ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. അതാണ് ICAയുടെ ഹെഡഡ് ബോഡി ആയിട്ട് വരുന്നത്. അതിലൊരാൾ ഡയറക്ടർമാരാകും. പിന്നെ വരുന്നത് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റാണ്. ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ UN സെക്രട്ടറി ജനറലൊക്കെ പോലെ തന്നെ അംഗരാഷ്ട്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി അതിനുണ്ടാകും എന്നുള്ളതാണ്. അതായത് സെക്രട്ടറി ജനറലിൻ്റെ അതേ നെയിമിൽ അതേ പോസ്റ്റിൽ പോലെ ICAക്ക് വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അത്രയേ ഉള്ളൂ. ഇനി ഇതിന് 4 റീജിയണൽ ഓഫീസ് ഉണ്ട്. അത് നമുക്ക് പരീക്ഷയ്ക്ക് വരും. ഒരു റീജിയൻ ഏഷ്യ ആൻഡ് പസഫിക് റീജിയൻ എന്നാണ്. ഈ ഏഷ്യ ആൻഡ് പസഫിക് റീജിയൻ്റെ ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ICAയുടെ ഏഷ്യ ആൻഡ് ഈ പസഫിക് ഓഷൻ അല്ലെ പസഫിക് റീജിയൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ് ആസ്ഥാനം. അതിൻ്റെ പ്രൊജക്റ്റ് ഓഫീസ് ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ഈ 2 സ്ഥലത്താണ് പ്രൊജക്റ്റ് ഓഫീസുകൾ വെച്ചിരിക്കുന്നത്. രണ്ടാമത് ഈസ്റ്റ് കൺട്രോൾ ആൻഡ് സൗത്ത് ആഫ്രിക്ക റീജിയനാണ്. ഈസ്റ്റ് കൺട്രോൾ ആൻഡ് സൗത്ത് ആഫ്രിക്ക റീജിയൻ ഹെഡ് ക്വാർട്ടേഴ്സ് തൻസാനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്, തൻസാനിയ. പിന്നെ വെസ്റ്റ് ആഫ്രിക്കൻ റീജിയനാണ്, ഹെഡ് ക്വാർട്ടേഴ്സ് അബിഡിയാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ സെൻട്രൽ അമേരിക്ക ആൻഡ് കരീബിയൻ റീജിയനാണ്. ഇതിൻ്റെ ആസ്ഥാനം ഹെഡ് ക്വാർട്ടേഴ്സ് സാൻ ജോസ്, കോസ്റ്ററിക്ക. അപ്പോൾ ഇത്രയും ഹെഡ് ക്വാർട്ടേഴ്സുകൾ ഒന്നുകൂടി പറയാം. ഏഷ്യ ആൻഡ് പസഫിക് റീജിയൻ ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഈസ്റ്റ് സെൻട്രൽ ആൻഡ് സൗത്ത് ആഫ്രിക്ക തൻസാനിയയാണ്. വെസ്റ്റ് ആഫ്രിക്ക അബിഡിയാൻ ആണ്. സെൻട്രൽ അമേരിക്ക സാൻ ജോസ്, കോസ്റ്ററിക്ക, ഇവിടെയാണ് ആസ്ഥാനങ്ങൾ. ഹെഡ് ഓഫീസ് ഞാൻ പറഞ്ഞു ജനീവ. ഇനി സെക്രട്ടേറിയൽ ഓർഗനൈസേഷൻ ഓഫ് ICAയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി താഴെ ഒരുപാട് സംവിധാനം അവരുണ്ടാക്കിയിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. പരീക്ഷയ്ക്ക് അതെന്തായാലും നമുക്ക് ഉണ്ടാകും. ഒന്നാമത്തെ ICAO, ഇതാണ് ഒന്നാമത്തെ സംവിധാനം. പറയുന്നത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, ഇതാണ് ഒരു സംവിധാനം. ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു? നമുക്കറിയാം, കാർഷിക മേഖലയുമായിട്ട്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ICAO. അപ്പോൾ അത് കാർഷിക മേഖലയും സഹകരണ മേഖലയും കൂടി ബന്ധിപ്പിച്ച് കാർഷിക മേഖലയ്ക്ക് ഉയർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. രണ്ടാമത് വരുന്നത് ICBA, അതായത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ് അസോസിയേഷൻ. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ് അസോസിയേഷൻ, അത് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് ICBA. പിന്നീട് വന്നിരിക്കുന്നത് CCW എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് വേൾഡ് വൈഡ്. ഇതാണ് CCW എന്ന പേരിൽ പിന്നീട് വന്നിട്ടുള്ളത്. പിന്നീട് വരുന്നത് IFCO.
പിന്നീട് വന്നിരിക്കുന്നത് IFCO ആണ്. അതിൽ വരുന്നത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ IFCO. അതേപോലെ IHCO ഇന്റർനാഷണൽ ഹെൽത്ത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ഹെൽത്ത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. നമ്മളതിനെ പറയുന്ന പേര് IHCO എന്നുള്ള പേരിലാണ്. പിന്നെ പറയുന്നത് ICA ഹൗസിംഗ്, അതായത് ഗ്ലോബൽ ഓർഗനൈസേഷൻ ഫോർ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ലാസ്റ്റ് അല്ല, ഇത് നമുക്ക് ഓരോന്നോരോ നോക്കാം. ആദ്യം ICAO ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. ഇത് ICAയുടെ ഒരു വിങ് ആണ്. അതായത് സഹകരണ മേഖലയും കാർഷിക മേഖലയും കൂടി ഒന്നിപ്പിച്ച് അതിൽ നിന്ന് പ്രവർത്തന നേട്ടം ഉണ്ടാക്കുക. രണ്ടാമത് കൊണ്ടുവന്നത് ICBA ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ് അസോസിയേഷൻ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ബാങ്കുകളാണ് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയ പഠനങ്ങൾ റിസർച്ചുകളൊക്കെ നടത്തുന്നതിന് വേണ്ടി ICA രൂപീകരിച്ചത്. പിന്നീട് CCW കൺസ്യൂമർ കോപ്പറേറ്റീവ് വേൾഡ് വൈഡ്. അതായത് ഒരുപക്ഷെ സഹകരണ മേഖല ആരംഭിക്കുന്നത് തന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവിലൂടെയാണ്. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയ സംവിധാനം ഇന്റർനാഷണൽ. പിന്നെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ. പിന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷറീസാണ്. അപ്പോൾ അതിനു വേണ്ടി ICA ഉണ്ടാക്കിയ വിങ്. പിന്നെ IHCO ഇന്റർനാഷണൽ ഹെൽത്ത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. കാരണം ആരോഗ്യ മേഖലകൾ ഒരുപാട് സഹകരണ സംഘങ്ങളുണ്ട്. കേരളത്തിൽ 2 മെഡിക്കൽ കോളേജ് തന്നെ സഹകരണ മേഖലയിലുണ്ടായിരുന്നു. ഒന്ന് പരിയാരം മെഡിക്കൽ കോളേജ്, രണ്ടാമത് വന്നിരുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. ഇപ്പോൾ 2 സർക്കാർ ഏറ്റെടുത്തു. ആ 2 സഹകരണ മെഡിക്കൽ കോളേജ് തന്നെ കേരള സർക്കാർ കേരളത്തിൽ തുടങ്ങി വിജയിച്ച സ്ഥാപനങ്ങളാണ്. അപ്പോൾ അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഒരുപാട് പ്രൈമറി മെഡിക്കൽ സെൻ്ററുകളൊക്കെ സഹകരണ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ICA ഹൗസിംഗ് ഗ്ലോബൽ ഓർഗനൈസേഷൻ ഫോർ ഹൗസിംഗ് കോപ്പറേറ്റീവ്. അത് നമ്മൾ മുന്നിൽ പിടിച്ചതാണ്. സഹകരണ മേഖലകളിൽ ഭവന നിർമ്മാണത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. ഏതൊക്കെയാണ് ഓർഗനൈസേഷനുകൾ എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കണം. ഇനി ICAയുടെ വിങ്ങായിട്ട് അടുത്തതായിട്ട് വർക്ക് ചെയ്യുന്നത് താഴെ പറയുന്നതാണ്. ഒന്ന് ICMIF ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ആൻഡ് മ്യൂച്വൽ ഇൻഷുറൻസ് ഫെഡറേഷൻ. ICMIF ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ആൻഡ് മ്യൂച്വൽ ഇൻഷുറൻസ് ഫെഡറേഷൻ. അതായത് ഇൻഷുറൻസും സഹകരണ മേഖലയും കൂടി ചേർന്ന് വന്ന ഒരു സംവിധാനമാണ്. പിന്നെ വന്നിരിക്കുന്നത് അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആർട്ടിസനൽ ആൻഡ് സർവീസ് പ്രൊഡ്യൂസേഴ്സ്
കോപ്പറേറ്റീവ്സ്. ഇതാണ് അതിൻ്റെ ഫുൾ നെയിം. അതായത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആർട്ടിസനൽസ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇതിൽ വ്യവസായം വരുന്നുണ്ട്, സർവീസ് വരുന്നുണ്ട്, ആർട്ടിസനൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡിക്രാഫ്റ്റ്, ആർട്ടിക്രാഫ്റ്റ് അങ്ങനെ രീതിയിലുള്ള ഒരുപാട് കരകൗശല മേഖലകളൊക്കെ സഹകരണ മേഖലയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഇതും പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓർഗനൈസേഷനുകൾ എന്ന് പറയുന്നത്. ഇനി ICAക്ക് 3 കമ്മിറ്റികൾ, അവർ പറയുന്ന കമ്മിറ്റിയുടെ പേര് തീമാറ്റിക് കമ്മിറ്റി എന്നാണ്. തീമാറ്റിക് കമ്മിറ്റി എന്നുള്ള പേരിൽ 3 കമ്മിറ്റികൾ കൂടി വരുന്നുണ്ട്. ആ 3 കമ്മിറ്റിയിൽ ആദ്യം JEC പറയുന്നത് ജെൻഡർ ഈക്വിറ്റി കമ്മിറ്റി. ജെൻഡർ ഈക്വിറ്റി കമ്മിറ്റി. രണ്ടാമത് വരുന്നത് ICACCR. ICACCR എന്ന് വെച്ച് കഴിഞ്ഞാൽ ICA കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് റിസർച്ച്. മൂന്നാമത് ICACC, ICA കമ്മിറ്റി കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റി. ICA കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റി. അപ്പം ഇങ്ങനെ 3 തിമാറ്റിക് കമ്മിറ്റികൾ വരുന്നുണ്ട്. ഒന്ന് ICAGEC ജെൻഡർ ഈക്വിറ്റി കമ്മിറ്റി. ഇതിന് മുന്നിലൊക്കെ ICA എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ജെൻഡർ ഈക്വിറ്റി കമ്മിറ്റി എന്നാണ് ഫുള്ള് നെയിം. ആൻഡ് ICACCR അതായത് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് റിസർച്ചിന് വേണ്ടിയിട്ട്. മൂന്നാമത്തെ ICACC അതായത് കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റി. ഇങ്ങനെ 3 കമ്മിറ്റികളാണ് തിമാറ്റിക് കമ്മിറ്റികൾ വരുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത ഈ ഹെൽത്ത് വിങ്, അതായത് ഞാൻ പറഞ്ഞില്ലേ ഹെൽത്ത്, ICAയുടെ ഹെൽത്ത് വിങ് ആദ്യമായിട്ട് ആരംഭിച്ചത് 1996-ലാണ്. 1996-ലാണ് ഇതിൻ്റെ ഹെൽത്ത് വിങ് വന്നിരിക്കുന്നത്. 1996 പറയുന്നത് എന്താ? ICA സെറ്റപ്പ് ഇൻ്റർനാഷണൽ ഹെൽത്ത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻ 1996. അപ്പോൾ ഇയർ ചോദിച്ചു കഴിഞ്ഞാൽ 1996. ഇനി നമ്മൾ നോക്കേണ്ടത് എന്നാണ് കോപ്പറേറ്റീവ് ഡേ ആഘോഷിക്കുക. എല്ലാ വർഷവും ജൂലൈ 1st സാറ്റർഡേ ആണ് കോപ്പറേറ്റീവ് ഡേ. പരീക്ഷയ്ക്ക് എന്തായിട്ടും ചോദിക്കും. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സാറ്റർഡേ ഇൻ എവരി ജൂലൈ, അതാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ഇൻ ഈച്ച് ഇയർ ആണ് അവർ ആഘോഷിക്കുന്നത്. ആദ്യമായിട്ട് ആഘോഷിച്ച വർഷം 1923, 1923 ആദ്യമായിട്ട് സഹകരണ ഡേ അന്താരാഷ്ട്ര തലത്തിൽ ആഘോഷിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഡേ എന്ന് പറയുന്നത് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ഈച്ച് ഇയർ. ആദ്യമായിട്ട് ആഘോഷിച്ച വർഷം 1923, തെറ്റരുത്. ഇനി കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ICA ഉണ്ടാക്കിയത് 1990 എന്നാണ്. കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ICAയുടെ ഉണ്ടായതെന്ന് വെച്ചാൽ 1990-ലാണെന്ന് അവർ പറയുന്നു. പോളിസി അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവരാണ് പ്രത്യേകിച്ച് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട ICAയുടെ കാര്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. നവംബർ മാസത്തിൽ ഫൈക്കോ അക്കാദമി ആരംഭിക്കാൻ പോകുന്ന പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളെയും മറ്റ് നിങ്ങളുടെ പരിചയക്കാരെയും ഞങ്ങളുടെ ക്ലാസ്സുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടി ഇതിൻ്റെ ഫൈക്കോ അക്കാദമിയുടെ ഒരു ഭാഗമാക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. നന്ദി, നമസ്കാരം. ഫൈക്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946 999 460 9946
999461.